ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ IRCTC SBIയുടെ കാർഡ് നമുക്ക് അപ്രൂവ് ആയി നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കാർഡ് ഡെലിവർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും IRCTC SBI കാർഡ്. അപ്പോൾ ഡെലിവർ ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് SBIയുടെ കാര്യം അറിയുന്നതായിരിക്കും. നമുക്ക് SBIയുടെ അഡീഷണൽ കാർഡ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാ കാർഡിലും സെപ്പറേറ്റ് ലിമിറ്റാണ് കിട്ടുക. അപ്പോൾ എൻ്റെ ഓൾറെഡി 3 കാർഡ് ഉണ്ട്. നമുക്ക് എൻ്റെ SBIയുടെ സിമ്പിൾ ക്ലിക്ക് ഉണ്ട്, BPCL ഉണ്ട്, പിന്നെ ക്യാഷ് ബാക്ക് കാർഡ് ഉണ്ട്. അതിന് എനിക്ക് 3 സെപ്പറേറ്റ് ലിമിറ്റ് തന്നെ കിട്ടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 4ാമത്തെ കാർഡാണ്. നോർമലി 4 കാർഡ് കൊടുക്കാറില്ല, പിന്നെ സെലക്ടഡ് കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്, പ്രീമിയം കസ്റ്റമേഴ്സിനൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ IRCTC കാർഡ് പിന്നെ വേറെ ഗുണം എന്താ വെച്ചാൽ ഇതിന് ഭയങ്കര എന്താ പറയുക, ഡിമാൻഡ് ഭയങ്കര കുറവാണ്. IRCTC SBIയുടെ കാർഡ് 2 കാർഡുണ്ട്. IRCTC SBI കാർഡ് ഇതൊരു നോർമൽ കാർഡുണ്ട്, പിന്നെ ഒരു പ്രീമിയം കാർഡുണ്ട്. ഇതിന് 490 രൂപ പ്ലസ് GST ആണ് ഇതിന് വരുന്നത്. മറ്റേ പ്രീമിയം കാർഡിന് 1490 രൂപ പ്ലസ് GST വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഇതിന് തീരെ ഡിമാൻഡ് ഇല്ലേ കാർഡ്, അതുകൊണ്ട് തന്നെ ഇത് അപ്രൂവൽ സുഖമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാ SBI കാർഡ്സിനെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു SBI കാർഡ് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇഷ്ടമുള്ള കാർഡ് സെപ്പറേറ്റ് എടുക്കുക. അപ്പോൾ സിമ്പിൾ ക്ലിക്ക് വേണോ അല്ലെങ്കിൽ BPCL കാർഡ് വേണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അത് സുഖമായിട്ട് കിട്ടും. വേറെ വെരിഫിക്കേഷൻ സംഭവമൊന്നുമില്ല. ജസ്റ്റ് KYC ചെയ്താൽ തന്നെ സുഖമായിട്ട് അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ലിമിറ്റഡ് കിട്ടും. അപ്പോൾ നിങ്ങളൊരു ഇനീഷ്യലായിട്ട് ഒരു കാർഡ് SBIയുടെ കാർഡ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാർഡ് തന്നെയാണ് നമ്മുടെ IRCTC കാർഡ്. അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. സെപ്പറേറ്റ് ലിമിറ്റ് തന്നെ കിട്ടുക, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഫുൾ കണ്ടൻസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞ പോലെ നോർമൽ എല്ലാ കാർഡിൻ്റെ കൂടി കിട്ടുന്ന ഒരു പേപ്പർ ഉണ്ട്. പിന്നെ IRCTC കാർഡ് ഒരു കാർഡ് ദാറ്റ് റിസർവ്സ് ഫോർ ദ പ്യുവർ പ്ലാറ്റിനം പ്രിവിലേജ് എന്ന് പറഞ്ഞിട്ട് ഇത് റുപേ വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് UPI ഉപയോഗിക്കാം. ഇത് IRCTC കാർഡുകാരുടെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ അവർ എഴുതിക്കുന്ന ഒരു കോമഡി ഞാൻ ഇപ്പോൾ കണ്ടതാണ്. നോ ജോയിങ് ഫീസ് സ്റ്റിൽ 2021 മാർച്ച് 2021 പ്രിന്റ് ചെയ്ത സാധനമാണ്. 2024 നല്ല കൂടെ തന്നെ എന്താണ് കോമഡി. അതിന്റെ ഫീച്ചേഴ്സും സംഭവമൊക്കെ ഇതിന് ഞാൻ വേറെ ഫീച്ചേഴ്സ് സംഭവം പറയാം. അപ് ടു 10% വാല്യൂ ബാക്ക് നമുക്ക് റെയിൽവേ ബുക്കിംഗ് മെയ്ഡ് ത്രൂ IRCTC.com നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയാണ് കേട്ടോ. പിന്നെ നമുക്ക് റിഡീം യുവർ റിവാർഡ് പോയിന്റ് ഫോർ ഫ്രീ ട്രെയിൻ ടിക്കറ്റ് ഫോർ യുവേഴ്സ്, അത് നല്ല പരിപാടിയാണ്. അതുപോലെ തന്നെ നമുക്ക് 350 ആക്ടിവേഷൻ ബോണസ് റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ട്രാൻസാക്ഷൻ ഓഫ് 500 രൂപയുടെ, അതും ആദ്യത്തെ ഫസ്റ്റ് 40 ദിവസത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 350 രൂപയുടെ ആക്ടിവേഷൻ ബോണസ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആക്ച്വലി നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ റോഡല്ലേ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ റോഡിൻ്റെ മൈക്കായിരുന്നു. അപ്പോൾ ഇത് ഹോളി ലാൻഡിൻ്റെ മൈക്കാണ്. അപ്പോൾ ഈ സാധനം വെച്ച് ഞാൻ കുറച്ച് വീഡിയോ എടുക്കുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് വോയിസ് ക്വാളിറ്റി കുറച്ചും കൂട്ടാറുണ്ട്. അതുകൊണ്ട് നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ മിക്ക വീഡിയോസിലും നമ്മൾ ഈ റോഡിൻ്റെ മൈക്ക് ഉപയോഗിക്കാറ്. പക്ഷേ ഈ റോഡിൻ്റെ മൈക്ക് ഇപ്പോൾ ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് നിൽത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആക്ച്വലി ഇവിടെ കോൺടാക്ട് ചെയ്ത സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് റോഡിന് മൈക്കിന് 3 കൊല്ലാണ്ട് വാറണ്ടി ഉണ്ട്. അപ്പോൾ എനിക്ക് അവർ റീപ്ലേസ്മെന്റ് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നാളെ മറ്റന്നാളും സംഭവം വരും. ഓൾറെഡി ഷിപ്പായി കഴിഞ്ഞു. ഞാൻ ആമസോൺ ത്രൂ വാങ്ങിച്ചാണ് അത്. അപ്പോൾ ഇത് റോഡും എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അതിന് 15-16 സംതിങ് റേഞ്ച് വരുന്നത്. അപ്പോൾ റോഡുകാരുടെ മൈക്ക് വയർലെസ് മൈക്കിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു കിടിലൻ മൈക്ക് തന്നെ വേണം പറയാം. ഞങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞത് ഓൾമോസ്റ്റ് 1 ഇയർ പ്ലസ് ആയിട്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണെന്ന് വെച്ചാൽ നിലത്തുകൊണ്ടാണ്. അപ്പോൾ എന്നെ കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു ഇതും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ വെൽക്കം ലെറ്റർ ഇതാണ്. നമ്മുടെ കാർഡ് കവർ ചെയ്യട്ടെ. അതാണ് കാർഡ്. കണ്ടു, കാർഡ് കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല കേട്ടോ, കൂത്തറലൊക്കെ. ഇതിൽ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ചെയ്യുന്നത് 1,25,000 ആണ്. നോക്കിക്കഴിഞ്ഞാൽ കുറവ് തന്നെയാണ്. ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ കുറവ് തന്നെയാണ് ഉണ്ടത്. എന്തായാലും സെപ്പറേറ്റ് ലിമിറ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. അതാണ് നമുക്ക് ലിമിറ്റ് കിട്ടിക്കുന്നത്. ക്യാഷ് ലിമിറ്റ് കിട്ടിക്കുന്നത് 37,500 കിട്ടിക്കുന്നത് കേട്ടോ, ക്യാഷ് ലിമിറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കാർഡൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതെൻ്റെ 55ാമത്തെ ക്രെഡിറ്റ് കാർഡാണ് കേട്ടോ. ടോട്ടൽ ലെവലിൽ ഇപ്പോൾ 55ാമത്തെ ക്രെഡിറ്റ് കാർഡ്. എല്ലാം ആക്റ്റീവ് അല്ല. ആക്റ്റീവ് ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ നമ്മൾ വേറെ സെപ്പറേറ്റ് നമ്മുടെ 2ാം ചാനൽ ഇട്ടുണ്ടായിരുന്നു. അത് പോയി കണ്ടു നോക്കുക. ഞാൻ കുറേ കാർഡുകൾക്ക് ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർഡ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ടിലെ ഡീറ്റെയിൽസ് ഇട്ട്, അതാണ് കുഴപ്പം. ഇതാണ് കാർഡ്. കണ്ടു, റുപേ വേരിയൻ്റാണ്. അതുകൊണ്ട് നമുക്ക് UPI ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ റിവാർഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ പെട്ടെന്ന് പക്ഷേ ഒരു SBI കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഏറ്റവും കൂടുതൽ അപ്രൂവൽ ആയിട്ടുള്ളത് ഈ സാധനം തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അതിന് തീരെ ഡിമാൻഡ് ഇല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അപ്രൂവ് ആവുന്നുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് സംഭവങ്ങളൊക്കെ വായിച്ചുതരാം.
നമുക്ക് AC1, AC2, AC3, AC/CCയിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 10% വാല്യൂ ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 1 റിവാർഡ് പോയിന്റ് ഫോർ എവരി 1 റിവാർഡ് പോയിന്റ് ആണ് ഫോർ എവരി 125 റുപ്പീസ് സ്പെൻഡ് നമുക്ക് ചെയ്യുമ്പോട്ടാ. അത് ഫ്യൂവലിൽ പറ്റില്ല, ബാക്കി എല്ലാത്തിനും നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് 1% ട്രാൻസാക്ഷൻ വേവർ നമുക്ക് ഫ്യൂവൽ അടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബുക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ റെയിൽവേ സെപ്പറേറ്റ് ഉള്ള സർവീസ് ചാർജ് നമുക്ക് വേവ് ഓഫ് ചെയ്ത് കിട്ടുന്നുണ്ടാ. അതുപോലെ തന്നെ 1% ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് അക്രോസ് ഓൾ പെട്രോൾ പമ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് 500-ന്റെയും 3000-ന്റെ ഇടയിൽ നമ്മൾ അടിക്കുന്നുണ്ട്, അതായത് കിട്ടുള്ളൂ. പിന്നെ മാക്സിമം നമുക്ക് 100 രൂപ പെർ മന്ത് കിട്ടുള്ളൂ കേട്ടോ, വേവ് ഓഫ് കിട്ടുള്ളൂ. പിന്നെ റൂപേ വേരിയന്റ് ആണ്. അതൊക്കെയാണ് മെയിൻ സംഭവങ്ങൾ വന്നിരിക്കുന്നത്. വലിയ കാര്യം എടുത്ത് പറയാനൊന്നുമില്ല, ഒരു ബിലോ ആവറേജ് കാർഡ് തന്നെയാണ്. പക്ഷേ ഒരു അത്യാവശ്യം പെട്ടെന്ന് നിങ്ങളൊരു പ്രത്യേകിച്ച് നിങ്ങളൊരു ആദ്യമായിട്ട് ഒരു SBI കാർഡ് എടുക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ആളാണെങ്കിൽ ആർക്കൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാർഡ് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടാവുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. സിബിൽ സ്കോർ അവർ പറയുന്ന പോലെ നോർമലി റെക്കമെൻഡ് എന്ന് പറയുന്നത് 750 തന്നെയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇൻകം പ്രൂഫ് നോർമലി ചോദിക്കാറില്ല. നമ്മുടെ സെറ്റപ്പിന്റെ റെഫർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി ഇൻകം പ്രൂഫ് ഒന്നും 90% ആൾക്കാർക്കും ചോദിക്കാറില്ല കേട്ടോ. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സംഭവമൊക്കെ ചോദിക്കാറുള്ളൂ. സാലറി സ്ലിപ്പ് അങ്ങനെ മെജോറിറ്റി ആൾക്കാർക്കും ചോദിക്കാമല്ലോ, 10% ചോദിക്കാറുള്ളൂ. അതിൽ അവർ മിനിമം സാലറി നോക്കുന്നത് 15,000 ഒക്കെയാണ്. 15,000 അപ്പോൾ ഉള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ട് സുഖമായിട്ട്. പിന്നെ ഇതിന്റെ പ്രീമിയം കാർഡ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യണ്ട കേട്ടോ, എന്നുവെച്ചാൽ തീരെ വാല്യൂ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 55ാമത്തെ ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ എനിക്ക് വേറൊരു കാർഡ് കൂടി, ഇപ്പോൾ 2 കാർഡ് കൂടി എനിക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി എന്താ പറയുക, അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ കാണാത്തോടെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് കൊടുത്തൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.